ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓഫർ ഓഹരി. അപ്പോൾ ഇന്ന് സെൻസെക്സിൻ്റെ വീക്കിലി എക്സ്പയറി ആണ്. അപ്പോൾ നമ്മൾ 76,800 ഇപ്പോൾ നിലവിൽ അറ്റ് ദ മണി ട്രേഡ് നടക്കുന്നത്. ഇപ്പോൾ 76,800 കോൾ ഓപ്ഷൻ്റെ ചാർട്ടാണ്. അപ്പോൾ വലിയൊരു മൂവ്മെൻറ്റ് കാണുന്നില്ല. നമുക്കിനി പുട്ട് ഓപ്ഷൻ്റെ ചാർട്ട് എടുത്ത് നോക്കാം. അപ്പോൾ പുട്ട് ഓപ്ഷൻ്റെ ചാർട്ടിലും ഇപ്പോൾ വലിയൊരു മൂവ്മെൻറ്റ് കാണുന്നില്ല. അപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടു കൂടി നമ്മൾ ആ ലെവൽസ് പ്രെഡിക്റ്റ് ചെയ്യാണ്. അപ്പോൾ ഇത് ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ ഇത് വോളിയവും അതേപോലെ തന്നെ പ്രൈസും കമ്പയർ ചെയ്യും. അപ്പോൾ ഞാൻ ജസ്റ്റ് ആദ്യം തന്നെ സീഡ് നോക്കുകയാണ്. അപ്പോൾ സീഡ് നോക്കുമ്പോൾ ആവറേജ് വോളിയത്തിൻ്റെ മുകളിലാണ് ട്രേഡ് നടക്കുന്നത്. അപ്പോൾ വോളിയം നല്ല രീതിയിലുണ്ട് കോൾ ഓപ്ഷനിൽ. പക്ഷേ നമ്മുടെ പ്രൈസ് നോക്കുകയാണെങ്കിൽ ആവറേജ് ട്രേഡ് പ്രൈസിന് താഴെയാണ് ഇപ്പോൾ ട്രേഡ് നടക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ സിയിൽ കാര്യമായൊരു മൂവ്മെൻറ്റ് വരാൻ ചാൻസ് കുറവാണ്. ഇനി നമുക്ക് ജസ്റ്റ് പിയിൽ നോക്കാം. അപ്പോൾ പിയിലും ആവറേജ് വോളിയത്തിൻ്റെ മുകളിലാണ് ഇപ്പോൾ ട്രേഡ് നടക്കുന്നത്. നോക്കുമ്പോൾ ഇവിടെ കാണാൻ സാധിക്കും പ്രൈസ് ആണെങ്കിൽ ആവറേജ് ട്രേഡ് പ്രൈസിന് മുകളിലേക്ക് കയറാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കിവിടെ ആണെങ്കിൽ പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇപ്പോഴത്തെ ഈ ഒരു ഹൈ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹൈ വരെ പോകാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു ഹൈക്ക് മുകളിൽ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു റെസിസ്റ്റൻസ് ലെവൽ വരെ പോകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഈ ലെവൽ ടച്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ എങ്ങനെയാണ് ലെവൽസൊക്കെ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇതൊരു മെത്തേഡാണ്. ഈ ഒരു മെത്തേഡ് മാത്രമല്ല, ഒരുപാട് മെത്തേഡ് ഞാൻ ഫോളോ ചെയ്യാറുണ്ട്. അതിലൊരു മെത്തേഡ് ഇതാണ്. അപ്പോൾ ഈ ജസ്റ്റ് ഇത് ബ്രേക്ക് ഔട്ടിനോട് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ബ്രേക്ക് ഔട്ട് ആയിട്ടുണ്ട്. അതായത് നമ്മുടെ ബൈ ഇപ്പോൾ ആണെങ്കിൽ ആക്റ്റീവ് ആയിട്ടുണ്ടെന്ന് പറയാം. ഓക്കെ, ഇപ്പോൾ മാർക്കറ്റ് നല്ല രീതിയിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ 76,800 നമ്മുടെ ആ ഒരു വ്യൂ കറക്റ്റായിരുന്നു. അപ്പോൾ ആൾമോസ്റ്റ് ഇപ്പോൾ അത് ഹിറ്റ് ചെയ്യാൻ പോവുകയാണ് നമ്മുടെ ആ ഒരു ലെവലിലേക്ക്. ഓക്കെ, നമ്മുടെ ടാർഗറ്റ് ലെവൽ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആ ടാർഗറ്റും ബ്രേക്ക് ചെയ്ത് കയറിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ നോക്കുമ്പോൾ ഒരു മാർക്കറ്റിൽ യാതൊരു മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ആ ഒരു സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടുകൂടി പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിച്ചിരുന്നു ഈ ലെവൽ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ലെവൽ വരെ പോകാൻ ചാൻസ് ഉണ്ടെന്ന്. അപ്പോൾ ഇതേപോലത്തെ മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ പബ്ലിക് ടെലിഗ്രാം ചാനലും അതുപോലെ നിക്ലോസ് ഓപ്ഷൻ ഹണ്ടർ ചാനലിലും ഞാൻ ലെവൽസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മെയിൻ ബേസിക് എന്ന് പറയുന്നത് മെയിനായിട്ടുള്ള ബേസ് എന്ന് പറയുന്നത് സപ്പോർട്ട് റെസിസ്റ്റൻസിൻ്റെ ബ്രേക്ക് ഔട്ടാണ് ഞാൻ നോക്കുന്നത്. അതേപോലെ തന്നെ ഇതേപോലുള്ള കുറച്ച് സോഫ്റ്റ്വെയറും അതിൻ്റെ കാൽക്കുലേഷനൊക്കെ വെച്ചിട്ടാണ് ലെവൽസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് നമ്മൾ ഈ ലെവൽസ് കറക്റ്റായിട്ട് ഇങ്ങനെ പ്രൊവൈഡ് ചെയ്യണമെന്ന്. അപ്പോൾ അതായത് ഇതാണ് ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഐഡിയ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്കും ഇതിൽ നല്ല ഐഡിയാസൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് നമുക്ക് സോഫ്റ്റ്വെയർ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ അത് മാത്രം ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് അതിൽ തന്നെ ഒന്ന് വർക്കൗട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഓപ്ഷൻസ് ട്രേഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഓപ്ഷൻ ട്രേഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് വാച്ച് ചെയ്തതിന് ശേഷം മാത്രം അല്ലെങ്കിൽ പേപ്പർ ട്രേഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മാത്രം റിയൽ ട്രേഡിൽ ഇറങ്ങാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ഒരുപാട് ക്യാപിറ്റൽ നമ്മൾ ഓപ്ഷൻ ട്രേഡിങ് ഇൻവെസ്റ്റ് ചെയ്യരുത്. നമ്മൾ ആദ്യം ചെറിയ ക്യാപിറ്റലിട്ട് അത് നല്ല രീതിയിൽ സക്സസ്ഫുൾ ആണെങ്കിൽ മാത്രം നമ്മൾ ലോട്ട് സൈസ് കൂട്ടാൻ പാടുള്ളൂ. കാരണം ഓപ്ഷൻ ട്രേഡിങ്ങിൽ നമുക്ക് ചെറിയൊരു ക്യാപിറ്റൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ റിട്ടേൺ കിട്ടാനും അതുപോലെ നല്ല രീതിയിൽ ലോസ് വരാനും ചാൻസ് ഉള്ളതാണ്. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഓപ്ഷൻ ട്രേഡിങ്ങിൽ സക്സസ്ഫുൾ ആവാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനൽ ഫോളോ ചെയ്യാവുന്നതാണ്. നമ്മൾ ലെവൽസ് കൊടുക്കുന്നുണ്ട് ആ ചാനലിൽ. അപ്പോൾ നിങ്ങൾക്കൊരു എഡ്യൂക്കേഷൻ പർപ്പസിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ആ ലെവൽസ് ഒന്ന് വാച്ച് ചെയ്ത് നോക്കാവുന്നതാണ്. മെയിൻലി ഞാൻ എക്സ്പയറി ഡേയ്സിനാണ് പബ്ലിക് ടെലിഗ്രാം ചാനലിൽ ലെവൽസ് പോസ്റ്റ് ചെയ്യാറ്. അപ്പോൾ ആ ലെവൽസ് നമ്മൾ ചാർട്ടിൽ മാർക്ക് ചെയ്ത് അതിൻ്റെ ഒരു ബ്രേക്ക് ഔട്ടിൽ വരുന്ന മൂവ്മെൻറ്റ് നിങ്ങൾക്ക് വാച്ച് ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, ഇപ്പോൾ അതിനുശേഷം നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മളിവിടെ ബ്രേക്ക് ഔട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു 20 പോയിൻറ്റിനായിരുന്നു ബ്രേക്ക് ഔട്ട്. അത് നമ്മുടെ ഒരു ടാർഗറ്റ് ഇവിടെ ഹിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കുറച്ച് നന്നായിട്ട് കയറി വീണ്ടും മാർക്കറ്റ് താഴേക്ക് വന്നു. നമ്മുടെ ആ ഒരു പോയിൻ്റ് ഉണ്ടല്ലോ നമ്മൾ പറഞ്ഞ ആ ഒരു സപ്പോർട്ട് പോയിൻറ്റ്, ആ ലെവൽ എക്സാക്റ്റ് സപ്പോർട്ട് എടുത്തു തിരിച്ച് നല്ല രീതിയിൽ കയറിപ്പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇപ്പോൾ വീണ്ടും മാർക്കറ്റ് താഴേക്ക് വരാണ്. പക്ഷേ ആ ഒരു പോയിൻറ്റിൽ നിന്ന് നമുക്കറിയാം വീണ്ടും ഏകദേശം 286 പോയിൻ്റാണ് കയറിപ്പോയിരിക്കുന്നത്. അതായത് 158% മുകളിലാണ് കയറിപ്പോയിരിക്കുന്നത്. ഇപ്പോൾ വീണ്ടും മാർക്കറ്റ് ഇവിടെ താഴേക്ക് വരുന്നുണ്ട്, കണ്ടോ, താഴേക്ക് വന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ആണെങ്കിൽ പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കും മാർക്കറ്റ് ഈ ഒരു പോയിൻറ്റിൽ നിന്ന് ബൗൺസ് ചെയ്യും, അതല്ലെങ്കിൽ ഈ ഒരു പോയിൻറ്റിൽ നിന്ന് ബൗൺസ് ചെയ്യും. അപ്പോൾ അത് പ്രെഡിക്റ്റ് ചെയ്യാം. മാക്സിമം ഈ ഒരു പോയിൻറ്റിൽ നിന്നായിരിക്കും ബൗൺസ് ചെയ്യാൻ ചാൻസ് ഉള്ളത്. ഇതാണ് നമ്മുടെ ആ ഒരു എൻട്രി പോയിൻറ്റ്. കറക്റ്റ് ആ ഒരു എൻട്രി പോയിൻറ്റ് തന്നെ സപ്പോർട്ട് എടുത്തിട്ട് കണ്ടോ കയറിപ്പോയി. നമ്മളിവിടെ എഴുതുന്നു കണ്ടോ, ഈ ഒരു ലെവലിൽ നമ്മൾ ബ്രേക്ക് ഔട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ചെറിയ ടാർഗറ്റായി നോക്കിയിരുന്നത് എക്സ്പയർ ആയതുകൊണ്ട് തന്നെ നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ,
അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് നല്ല സ്ട്രാറ്റജീസ് വീഡിയോസ് ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും അടുത്ത ദിവസം വരാം. അതുവരെ നന്ദി, നമസ്കാരം.